ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ. 1/2 കിലോ ബീഫ് എടുത്തിട്ട് 2-3 പീസാക്കിയിട്ടില്ലേ കട്ട് ചെയ്തിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ കുക്കറിൽ വെക്കണം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നിലെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ കുക്കർ അടച്ച് ഒരു 7-8 വിസിൽ വരുത്തണം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി പിന്നെ എടുത്തിട്ട് അത് പേസ്റ്റ് രൂപത്തിൽ അരച്ച് എടുത്തിട്ടുണ്ട്. അതൊരു ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ അരച്ചു കൊണ്ടുവന്ന പേസ്റ്റും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ 2 ടീസ്പൂൺ ഇടിച്ച മുളകും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എരിവ് നമ്മൾ ആദ്യം ബീഫിൽ വേവിച്ചപ്പിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി ചേർക്കണത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ആ ബീഫ് വേവിച്ച വെള്ളമില്ലേ, ആ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി മിക്സ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പരുവത്തിലാണ് അത് എടുക്കേണ്ടത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് അതിലേക്ക് ഇത് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പം എല്ലാ പീസിലും ഇങ്ങനെ ഈ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇപ്പം എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ ഇതിൻ്റെ ഈ മസാല എല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളായ മസാല പരട്ടിയ ബീഫ് അതിൽ നിരത്തി വെക്കണം കേട്ടോ. അതൊരു അധികം മൂപ്പാക്കണ്ട, കാരണം ബീഫാണ്, നമുക്ക് കഴിക്കാനായിട്ട് പറ്റൂല അധികം മൂത്ത് വരുമ്പോൾ. ഒരു മീഡിയം ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചും മറിച്ചിട്ട് നമുക്കത് എടുക്കാം. അപ്പം എൻ്റെതിപ്പോൾ ഒരു മീഡിയം ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാൻ കോരി എടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് വേപ്പിലയും 2-3 പച്ചമുളക് പൊരിച്ചതും കൂടി പൊരിച്ചിട്ട് ഇടണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഒന്ന് മറക്കണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.